ആ പൈനാപ്പിൾ പ്രോപ്പർട്ടിയുടെ MD ഉം. ആൽബിൻ ഫെർണാണ്ടസിന് 2 പിള്ളേരെ വേണം. ഉം. അയാൾക്ക് ഇഷ്ടപ്പെട്ട നമ്മള് രക്ഷപ്പെട്ടു. നീ ഇങ്ങോട്ട് വന്നേ. ശ്ശോ. അവളൊരു പൈനാപ്പിൾ പ്രോപ്പർട്ടി. ദേ എന്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിപ്പോ ഉം. ഇങ്ങ് എത്തും. സെർവന്റിന് പറഞ്ഞു വിട്ട കാര്യം അങ്ങേരെ അറിഞ്ഞിട്ടില്ല. ആരാടി? ഹസ്ബൻഡാ. ഹലോ, ചേട്ടൻ ഇപ്പൊ എവിടെയാ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. ഞാനിവിടെ ഉണ്ട് പൊന്നെ. ചേട്ടൻ അറിയാമോ, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും ചേട്ടൻ ഡ്യൂട്ടിയിലല്ലേ? ഇന്നലെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഫുൾ ടൈം ഡ്യൂട്ടി ആയിരുന്നു. എനിക്കും. സർവന്റ് ഇല്ലേ? അവള് പോയി. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട്. എന്നാ പിന്നെ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എന്നാ പിന്നെ വയ്ക്കട്ടെ മോളെ. ഓക്കെ മോനു. ഇതെന്താ? അടി കേറിക്കോ. ആ, നീയായിരുന്നോ? മാം, ആ കുട്ടികൾ പുറത്ത് വണ്ടിയിലുണ്ട്. നീ അവരെ താജ് റെസിഡൻസിയിൽ ഇറക്കിയിട്ട് പോയിക്കോ. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞോളാം. ശരി മാം. അല്ല, നിങ്ങൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ, ഞങ്ങളത് ചേട്ടാ, ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കുന്നും വടക്കുന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തലാണ് വന്നതോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. ദാമോദരേട്ടാ, ആ. അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടപ്പുണ്ടത്രേ. ആന്റണിയും ജോർജും വെടിക്ക് പോയപ്പോഴാ കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നു കൊണ്ടുപോയിടല്ലോ ഇവിടെ. എന്താ അമ്മേ, ഇങ്ങനെ രണ്ടുപേരും തുടങ്ങിയാലോ? ആരും വേണ്ടമ്മേ, നമുക്ക് മാത്രം പോവാം. മന്ത്രിയുടെ മകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ജൂനിയറെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഉപേക്ഷിക്കില്ല. അത് സാറ് അവരെല്ലാരെയും വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നൂടെ ഒരു കാര്യം ചെയ്യൂ. സാർ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ വണ്ടിയാണ് സാർ. ഈ വണ്ടി ഇല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കൂട്ടുകാരന്റെ? അവൻ ഗൾഫിലാണ് സാർ. വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്തോണ്ട് പോകും. ഇയാളുടെ പേരെന്താ? ഏതാ ബാബുരാജ്. സുബൈദ? നല്ലൊരു പീസ്. പീസ് സാറിന്റെ ഒരു കാര്യം. വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എൻ്റെ കൂടെ കൂടിയിട്ട്, ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു SIയുടെ ഒഴിവുണ്ട്, അതായാലോ? ഓ, അതായാലും മതി. സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിന് അങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. ഡാ. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ SI രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, സ്ഥലം മാറ്റിയതാ. സർ. കൂടുതൽ റെസ്പെക്റ്റ് ഒന്നും വേണ്ട. സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞത്? സർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 2ാമത്തെ ടേണിങ്ങിലെ 3ാമത്തെ വീട്. സർ, നേരത്തെ ആളറിയാതെ. ഓക്കെ ഓക്കെ. അഗസ്റ്റൻ, സർ. അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 മണിക്ക് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം, വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. യെസ് സർ. മനസ്സിലായല്ലോ? ഓക്കെ സർ.
സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. യെസ് സർ. ഉം. നാശം, രാവിലെ തന്നെ ശകന തെണ്ടുകളാണല്ലോ. ഡാ, അല്ല നിനക്കിന്ന് ഗസ്റ്റുകൾ ജാസ്തിയുണ്ടോ? എന്റെ ദാമു കേട്ടാ, എവറ്റുകൾ കിടക്കുക മാത്രമല്ല കിടക്കുന്നിടം വൃത്തികേടാക്കുക കൂടെ ചെയ്യും. നാശം. ഡേയ്, എണീക്കടാ. ഹാ, ഹാ, നിന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞോടാ തെണ്ടി. ഡാ, എണീക്കടാ. ഡേയ്, ഹാ, വാ, പോടാ. ല, 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 ത, ഓ, ആ. ആ. വെടുപ്പ് എടുത്താനായിട്ട് ഓരോന്ന് വരും. ജോണി, എന്താടാ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം. വല്ലാതെ അങ്ങ് പുറത്തിറങ്ങണ്ട. പുതിയ SI ചാർജ് എടുത്തിട്ടുണ്ട്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അല്ല നീ ഇതുവരെ പോയില്ലേ? അപ്പൊ അനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? കൊലിച്ചു പോയില്ലേ? നീ വല്ലതും കഴിച്ചോ? എന്ത്? വല്ലതും തിന്നോ? ആന് നാളെ തിന്നു. ഇവൻ ആദിവാസി മാത്രല്ല, ഒരു മന്ദബുദ്ധിയും കൂടിയാ. നിനക്ക് വല്ല പണിയോ അറിയോ? ഇവനൊരു 3-4 ദോശ എടുത്ത് കൊടുക്ക്, തിന്നട്ടെ. പാവം. എന്താ മമ്മി, ഡാഡിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ? അല്ല മമ്മി, ഞാൻ ഡാഡിയെ ഇതുവരെ കണ്ടതുപോലെ അല്ല. നീ മിണ്ടാതെ പോയിരുന്ന് പഠിക്ക്. മറ്റന്നാളല്ലേ എക്സാം തുടങ്ങുന്നത്. ഈ പട്ടിക്കാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണാവോ വരുന്നത് എനിക്കറിയില്ല. പോയിരുന്ന് പഠിക്കേ. ഞാനെല്ലാം പഠിച്ചതാ മമ്മി. ആ ദേ പെണ്ണെ, നിന്നെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒരു 100 ട്രാൻസ്ഫർ ആയി. പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോ അറിയാം വിവരം. എനിക്കാ നാണക്കേട്, കേട്ടല്ലോ. TV ഓഫ് ചെയ്ത് പോയിരുന്ന് പഠിച്ചേ. മോളേതാ? ഞാൻ ഈ സ്കൂളിലെ പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇവിടെ താമസം? ഇവിടുന്ന് 3-ാമത്തെ വീട്. ആ മാത്യൂസിന്റെ വീട്ടിലാ? അതെ. ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ തരാവോ? അതിനെന്താ, കൊണ്ടുവാ. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. ഇയാളാരാ? ഇപ്പൊ കക്കാനും തുടങ്ങിയോ? നിക്ക്, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജു ജോർജ്, SI അഗളി. എനിക്ക് അപർണയുടെ മുറിയൊന്ന് കാണണം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകളാ സാർ അവള്. അവളെ കൊന്നവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം സാർ. സാറേ.